നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമുക്കിന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്ന കുറച്ച് അസുഖങ്ങൾ, കോഴിക്ക് വരുന്ന അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IBD, പിന്നെ CRD, അതുപോലെയുള്ള കോഴി വസന്ത, അതുപോലെയുള്ള അസുഖങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് കോഴി വസൂരി, ഫowlpox എന്ന് പറയും. ഈ ഫowlpoxൻ്റെ വാക്സിൻ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്? പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു ഏരിയയാണിത്. പല ആൾക്കാർ പറയും തൊലിയുടെ അടിയിലാണ് നൽകുന്നത്, ചില ആൾക്കാർ പറയും മസിലിലാണ് കൊടുക്കേണ്ടത്, ചിലർ പറയും നമുക്ക് എവിടെ കൊടുത്താലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി എന്താണ്, എങ്ങനെയാണത് കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളോട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. അധികം നീട്ടിപ്പരത്തി പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. നമുക്ക് ആദ്യം ഇത് ഞാൻ ചെയ്യുന്നത് വാക്സിനേറ്റർ കൊണ്ടാണ്. വാക്സിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ വാക്സിനേറ്റർ. ഈ ഒരു വാക്സിനേറ്ററിലാണ് നമ്മൾ ചെയ്യുക. ഈ ഒരു വാക്സിനേറ്റർ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു ഏരിയയിലാണ്, ഇതുപോലൊരു ബോക്സിലാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു ബോക്സിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് കോഴി വാക്സിൻ എടുക്കുന്ന ആ ഒരു പൊസിഷൻ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വാക്സിൻ ഞാൻ സാധാരണ ഇപ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇതിനകത്തൊരു ട്യൂബുണ്ട്. ഇത് വാക്സിനേറ്ററാണ്. ഈ വാക്സിനേറ്ററിൻ്റെ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗത്തുള്ള ഈ ട്യൂബ് ഡയറക്റ്റ് പോയിരിക്കുന്നത് ഈ ഒരു തെർമോക്കോൾ ബോക്സിലേക്കാണ്. ഈ ബോക്സിൻ്റെ ലക്ഷ്യം എന്താണ്? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ പല രീതിയിലും ഇതിൻ്റെ വാക്സിൻ്റെ തണുപ്പ് പോകാൻ സാധ്യതയുണ്ട്. തണുപ്പ് പോകുന്ന വാക്സിനായിരിക്കും പല സമയങ്ങളിൽ നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഫുൾ ഐസ് ക്യൂബാണ്. ഈ ഐസ് ക്യൂബ് നമ്മൾ വെച്ചതിന് ശേഷം ഇതിനകത്ത് ഒരു ടിനുണ്ടാവും. ഇത് ഫowlpoxൻ്റെ കാലി ഡബ്ബാണ്. ഫowlpox നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ കാലി ഡബ്ബാണ്. ഇതിനകത്താണ് നമ്മൾ ശരിയായിട്ടുള്ളൊരു വാക്സിൻ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ ഐസാണ്, ഐസിൻ്റെ ജെല്ലാണ്. പിന്നെ അതേ ഐസ് നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിത് കഴിഞ്ഞോട്ടോ, ഞാൻ വാക്സിൻ എടുത്ത് കഴിയാറായി, അതാണ് ഇതിനകത്തില്ല. ഇതിനകത്താണ് നമ്മൾ സാധാരണഗതിയിൽ വാക്സിൻ ഫിക്സ് ചെയ്യുന്നത്. ഈ കോഴികൾക്കെല്ലാം നമ്മൾ വാക്സിൻ കൊടുത്ത കോഴികളാണ്. ഈ കോഴികളെല്ലാം നമ്മൾ വാക്സിൻ ഇപ്പോൾ കൊടുത്ത കോഴികളാണ്. ഇനിയിപ്പോൾ 2-3 നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ബാലൻസ് ഉള്ളൂ. ഇത് ഇൻഡു ബ്രൗൺ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശരിയായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ വാക്സിൻ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പുറത്തേക്ക് നമ്മളെടുക്കും. കാരണം ഇതെപ്പോഴും ഈ വാക്സിൻ നല്ല തണുത്ത പ്രതലത്തിൽ ഇരിക്കും. അതുകൊണ്ട് തന്നെ വാക്സിൻ നല്ല രീതിയിൽ ഇത് നമുക്ക് എഫക്റ്റീവ് ആകുവാനും കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. നമ്മളെപ്പോഴും നല്ല കെയർഫുള്ളായിട്ടാണ് എടുക്കാറുള്ളത്. ഇതിലൂടെ നമ്മൾ വരുമ്പോൾ വാക്സിൻ കണ്ടോളൂ, വാക്സിൻ നമ്മൾ 0.2 ml ആണ് ഇതെടുക്കുക. കണ്ടോ, ഇത് നോക്കിയോളൂ, 0.2 ml ആണ്. ഉണ്ടോ, ഇത്ര വരത്തുള്ളൂ. 0.2 ml ആണ് വാക്സിൻ എടുക്കുക. ഇത് നമ്മൾ ഫowlpoxൻ്റെ വാക്സിൻ 0.2 ml ആണ് നമ്മളെപ്പോഴും എടുക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. സാധാരണഗതിയിൽ നമ്മൾ R2B എടുക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പൊസിഷൻ. അതായത് ചിറക് നമ്മൾ വിടർത്തി കഴിയുമ്പോൾ ഈ ചിറകിൻ്റെ എൻഡിനൂടെ നമ്മൾ വന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മൾ സാധാരണഗതിയിൽ R2B എടുക്കുന്നത്. പക്ഷേ R2B എടുക്കാനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട R2B ആണെങ്കിലും ഇതാണെങ്കിലും R2B എടുക്കാനായിട്ട് മറ്റു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻട്രാമസ്കുലർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഇൻട്രാമസ്കുലർ എന്ന് പറഞ്ഞാൽ അതിന് കോഴിയുടെ തൂവലിൻ്റെ എൻഡിലുള്ള ഈ ഒരു മസിൽ, ഈ ഒരു മസിലിലാണ് നമ്മൾ ഈ ഒരു മസിലിൽ എടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു മസിലിലാണ് നമ്മൾ ഫowlpoxൻ്റെ വാക്സിൻ എടുക്കാറുള്ളത്. ഈ ഫowlpoxൻ്റെ ഈ ഒരു മസിലിൽ നമ്മൾ ഫowlpoxൻ്റെ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമുക്ക് ഇതിലധികം നരമ്പുകളില്ല, നല്ല മസിലുള്ള ഏരിയയുമാണ്. അതുപോലെ തന്നെ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് വാക്സിൻ എടുക്കാൻ കഴിയുന്ന ഒരു ഏരിയ ഇതാണ്. നമുക്ക് സാധാരണഗതിയിൽ നമുക്കിതിനെ ഈസിയായിട്ട് പിടിക്കുകയും ചെയ്യാം. നമ്മൾ കോഴികളെ എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ പിടിക്കാം. കോഴികളെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ ഈ ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ ചെയ്യുക. നമുക്ക് പതുക്കെ ഈ ഒരു മസിൽ തുറക്കണം. ഈ ഒരു മസിലിൽ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ പ്ലസ് ചെയ്യുക, പ്രസ് ചെയ്യുക. വാക്സിനേഷൻ കഴിഞ്ഞു. ഇതാണ് ശരിയായിട്ടുള്ളൊരു വാക്സിൻ രീതി. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം.
കോഴികളുടെ ഇൻട്രാമസ്കുലർ, അതായത് ചിറക് വരുന്നു ചിറകിൻ്റെ ഈ ഒരു പോർഷൻ, ഈ ഫസ്റ്റ് പോർഷൻ, നമ്മുടെ തോളെന്ന് പറയുന്ന ഈ ഒരു പോർഷനാണ് ശരിയായിട്ടുള്ള വാക്സിൻ രീതി. ഇവിടെ നമ്മൾ മസിലുണ്ടാവും, നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക എവിടെയാണ് എല്ലില്ലാത്ത എവിടെയാണോ അവിടെ നമ്മൾ കൊടുക്കുക. നമുക്കിങ്ങനെ പിടിക്കാം, ഒറ്റ കൈ കൊണ്ട് നമുക്കിങ്ങനെ പിടിക്കാം. പിടിച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഈ ഒരു ഏരിയയിൽ നമുക്ക് കണ്ടോ കഴിഞ്ഞു, ഇഞ്ചക്ഷൻ കഴിഞ്ഞു, പോൾപോക്സിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു. നമുക്ക് ഇതാണ് പോൾപോക്സിൻ്റെ ഇഞ്ചക്ഷൻ. ചിറക് ഒരു വട്ടം കൂടി പറയുകയാണ്, കാരണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വട്ടം കൂടി പറയുന്നത്. ചിറക് നമ്മളിങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ചിറകിൻ്റെ എൻഡ് ഇവിടെ നമ്മൾ R2B കൊടുക്കാറുണ്ട്. ഈ R2B കൊടുക്കുന്ന ആ ഒരു പോർഷൻ നേരെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരിക. ഈ ഒരു നമ്മുടെ തോളെന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഈ ഭാഗത്ത് ഈ ഒരു എല്ലിൽ, ഈ ഒരു എല്ലാം മസിലാണ്. ഇവിടെ ഇതൊരു ഇറച്ചിയാണ്, ഇവിടെ മസിലാണ്. ഈ ഒരു മസിലാണ് നമ്മൾ R2B കൊടുക്കുക. R2B കൊടുക്കുന്നത് ഈ ഒരു മസിലാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോൾപോക്സിൻ്റെ വാക്സിൻ എടുക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോ എല്ലാവരുടെയും ഒരു സംശയമാണ്. കാരണം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്. ഇൻട്രാമസ്കുലർ എന്ന് പറയുന്ന ഏരിയയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് തോളിൻ്റെ നമ്മുടെ ചിറകെന്ന് പറയുന്നത് എൻ്റെ കൈയാണ്. ആ കൈയുടെ എല്ലിൻ്റെ ശരിയായിട്ടുള്ള ഈ തോൾ ഭാഗത്തുള്ള മസിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ നമുക്ക് R2Bയും അവിടെ തന്നെ ചെയ്യാൻ ഒരു പ്രശ്നമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വാക്സിനേറ്ററിൻ്റെ ഉപയോഗം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.